നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. അപ്പോൾ ഇറാൻ പശ്ചിമേഷ്യയിലെ സംഘർഷമൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് തണുത്ത് ഉറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയെ പിൻവാങ്ങി, ഇസ്രയേൽ അവരുടെ ശ്രദ്ധ ലെബനനിലേക്കും മറ്റും മാറ്റി. ഇസ്രയേൽ എന്തായാലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലുമൊക്കെ. അമേരിക്കയ്ക്ക് ട്രംപിനും ഏതാണ്ടൊക്കെ മതിയായി. കാരണം സെനറ്റിലടക്കം കടുത്ത അഭിപ്രായ ഭിന്നതയിലുണ്ടായിരുന്നല്ലോ അമേരിക്കയുടെ. അപ്പം ട്രംപിനെ പിൻവാങ്ങിയേ പറ്റൂ. കാരണം ട്രംപിൻ്റെ ഒരു അധികാരം കാണിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ കൈക്കരുത്ത് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കയുടെ ഒരു പൊതുവായ സ്വഭാവമാണ് ലോക പോലീസ് രക്തത്തിലുള്ളതാണ്. ഇവിടെയാണെങ്കിൽ ഇറാനില് ഇബ്രാഹിം റൈസി ആയിരുന്നു മുൻ ഇറാന്റെ പ്രസിഡന്റ്. ഇന്ത്യയായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ സമയത്താണ് ഗദ്വാർ തുറമുഖമൊക്കെ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നതും ഇറാനുമായിട്ടുള്ള സഹകരണ കരാറുകൾ. പക്ഷേ അതിനൊക്കെ ഒരു അവസാന വാക്കുണ്ടായിരുന്നു ഖൊമൈനി. അതെ അല്ലേ? അയത്തുള്ള അലി ഖൊമൈനി. പാവത്തിന്റെ മൃതദേഹം പോലും ഇതുവരെ ഖബറടക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഈ ജൂലൈ 12-നാണ് വച്ചിരിക്കുന്നത് അല്ലേ? ഇപ്പോഴത്തെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വലിയ അധികാരമൊന്നുമില്ല. ഇറാനിൽ ഖൊമൈനി അടക്കമുള്ള മത നേതാക്കന്മാരുടെ ഒരു മതഭരണകൂടം. പിന്നെ ലോകത്തിന്റെ മുന്നിൽ ഇതേപോലെ UN-ലും ഒക്കെ ലോകത്തിന്റെ മുന്നിൽ എടുത്ത് കാട്ടാൻ വേണ്ടി ഒരു ഭരണഘടനാപരമായൊരു പദവി, അത് മാത്രമേ ഉള്ളൂ പ്രസിഡന്റിന്. എങ്കിലും പെസഷ്കിയാൻ ഒരുപാട് ഇറാനുമായി ബന്ധപ്പെട്ട ഒരുപാട് സമാധാന ചർച്ചകളിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നിലപാടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ബാസ് അരക്ചി അടക്കം വിദേശകാര്യ മന്ത്രിമാർ കരുത്തിട്ടൊരു മന്ത്രി നിരയുണ്ട്. അത് ശരിയാണ്. ഒരു മികച്ച മന്ത്രിസഭ അവിടെ ഉണ്ട്, മന്ത്രിസഭയുണ്ട്. അതുകൊണ്ടാണ് ഈ മസൂദ് പെസഷ്കിയാൻ ഇങ്ങനെ ഒരു ലോക നേതാവായി അദ്ദേഹത്തിന് ആഗോള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. രണ്ട് ലോക രാഷ്ട്രത്തലവന്മാരുടെ ഇടയിൽ അദ്ദേഹം സ്വീകാര്യനാണ്. അദ്ദേഹത്തിനോട് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. ഈ അമേരിക്കയ്ക്ക് പോലും ഇല്ല ഒരു പരിധിവരെ. എന്തിന് ഇസ്രയേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു പോലും ഒരു ചർച്ച നടത്താൻ, പെസഷ്കിയാനുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറാണ്. പക്ഷേ ഈ മതഭരണകൂടത്തിന് അനുകൂലമല്ല. പെസഷ്കിയാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. അതേസമയം ഖൊമൈനിയും അവർക്ക് മത നേതൃത്വമാണ്. അപ്പം ഒരിക്കലും അമേരിക്കയുടെ മിസൈലുകൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ആ കൊലയാളി ഡ്രോണുകൾ ഒരിക്കലും പെസഷ്കിയാൻ്റെ നേരെ തിരിഞ്ഞിട്ടില്ല. കാരണം അവർക്ക് ഖൊമൈനിയെ തട്ടിയിട്ട് പോലും അമേരിക്കയ്ക്ക് വലിയ ലോകത്തിന്റെ പ്രതിഷേധമൊന്നും അമേരിക്കയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നില്ല. പക്ഷേ പെസഷ്കിയാനെ തൊട്ടാൽ കളി വേറെ. ഡിപ്ലോമാറ്റിക് തലത്തിൽ അതങ്ങ് മാറും. കാരണം അതാണ് ഇന്ത്യ അടക്കം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതാണ്. ഇന്ത്യ അടക്കം ഒരുപക്ഷെ നമ്മുടെ നരേന്ദ്രമോദിജി അടക്കം ട്രംപിനോട് ആവശ്യപ്പെട്ടതും അവിടുത്തെ ഭരണകൂടത്തിന് ഒന്നും സംഭവിക്കരുത് എന്നുള്ളൊരു അതുകൊണ്ടാണല്ലോ അദ്ദേഹം കൂടെ നിൽക്കുന്നത് എന്ത് കാര്യത്തിനായാലും. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിൽ നിന്ന് പറയാനുള്ള ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാനിൽ സംഭവിച്ചിരിക്കുന്ന സംഭവ വികാസങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, ഇറാനിലെ മതഭരണകൂടം നിഷ്കാസിതമാവുകയാണ്. അത് ചരിത്രത്താളുകളിൽ മറഞ്ഞു പോവുകയാണ്. അവിടെ ഒരു പുതിയ ജനാധിപത്യ സംവിധാനം വരാൻ പോവുകയാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പം നമ്മളിത് പറയുമ്പോൾ ഇവിടെ ഈ അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്ന ചാനലുകളും ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം വലിയ രീതിയിൽ ഘോരഘോരം നമുക്കെതിരെ വായ്ത്താരിയിടും. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ, ഞാനിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ പരിശോധിച്ച് നോക്കി. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നതനുസരിച്ച് ചൊവ്വാഴ്ച നരേന്ദ്രമോദി ഈ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായിട്ട് ടെലിഫോണിൽ ദീർഘനേരം സംസാരിച്ചു. വിവിധ കാര്യങ്ങൾ, അദ്ദേഹം അവിടെ നടന്ന ഈ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലെ ധാരണാപത്രത്തിലെ അതിസൂക്ഷ്മമായ ചില സങ്കേതങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പം അതും അമേരിക്കയായിട്ട് ആണല്ലോ ധാരണാപത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ധാരണാപത്രത്തിൽ ഇപ്പോൾ ഈ ഇസ്രയേലിൻ്റെ ഇറാനോടുള്ള മനോഭാവത്തെക്കുറിച്ച് കാര്യമായ ചർച്ചകളൊന്നും അവർ തമ്മിൽ നടത്തി എന്ന് തോന്നുന്നില്ല, വാർത്തകളിലില്ല. പക്ഷേ അമേരിക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നരേന്ദ്രമോദിയും പെസഷ്കിയാനും തമ്മിലുള്ള ചർച്ചയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയുടെ ആവശ്യങ്ങൾ, നമ്മളെന്താണ് ലോകത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ലോകത്തിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്,
അത് വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദി പറഞ്ഞു. ഈ ഹോർമുസ് കടലിടുക്ക് നിങ്ങളിങ്ങനെ അന്യായമായിട്ട് ഈ ഉപരോധിക്കുകയും അതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ ഇതിനകത്ത് എൻ്റെ അറിവനുസരിച്ച് പെസഷ്കിയാൻ ഇതിൽ കൺട്രോൾ കുറവാണ്. കാരണം ഈ ഇറാൻ മറ്റേ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ആർമി ഉണ്ടല്ലോ ഇറാനിലെ, ആ ആർമിയുടെ നിയന്ത്രണം ഇരിക്കുന്നത് ഈ മതഭരണകൂടത്തിൻ്റെ, അതായത് പരമോന്നത ആത്മീയ നേതാവ് ആയ ഈ ഖമേനി ആയത്തുള്ള കുടുംബത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവരാണ് അവിടെ ഈ ആർമിയെ ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഖൊമേനിയെ മറ്റേ US വധിച്ചു, മകൻ മുസ്തഫ ഖൊമേനിയെ അതിക്രൂരമായി തന്നെ പരിക്കേറ്റു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. ഇല്ലെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ. PTI ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, റോയിട്ടേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇല്ല, കൊല്ലപ്പെട്ടത് തന്നെയാണ്. സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. അപ്പൊ ഇപ്പോൾ ഇവരിതൊന്നും പുറത്തു പറയില്ല. കാരണം ഇവർ അവിടുത്തെ ജനങ്ങളെ ഭയപ്പെടുത്താനും ഭയപ്പെടുത്തി വരുതിക്ക് നിർത്താനും ഒക്കെ വേണ്ടിയിട്ട് ഇവരിത് പുറത്തു പറയില്ല. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് രാജേഷ്. ഇപ്പൊ അവിടെ IRGC തന്നെയാണ്, അവിടുത്തെ സൈന്യമാണ് ഇപ്പോൾ അവിടുത്തെ ഭരണം ശരിക്കും നടത്തുന്നത്. ഈ പെസഷ്കിയാനൊക്കെ അവിടെ റോള് കുറവാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ഒരു നോട്ടത്തിൽ, പ്രത്യേകിച്ച് ഇപ്പം നരേന്ദ്രമോദി ചൊവ്വാഴ്ച ഇദ്ദേഹമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ ഈ ഇറാനിലെ മതഭരണകൂടത്തിൻ്റെ സ്വാധീനം നഷ്ടപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ വളരെ ദുർബലമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കിടപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ നമ്മുടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ നരേന്ദ്രമോദി ഇന്ത്യയിൽ നടക്കുന്ന ഭാരത ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ബ്രിക്സിൽ നമുക്കറിയാം പ്രധാനമായിട്ടും ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇത്തരം രാജ്യങ്ങളാണുള്ളത്. കൂട്ടത്തിൽ ഇപ്പം അംഗരാജ്യങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പം ബ്രിക്സ് എന്നൊക്കെ പറയുന്നത് ബ്രിക്സ് എന്ന് തന്നെയാണ്. ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു സംവിധാനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അമേരിക്ക വലിയ രീതിയിൽ ഭയപ്പെടുന്നുണ്ട് ബ്രിക്സ് കൂട്ടായ്മയെ. പല ആവർത്തി അമേരിക്ക ചൈനയോടും ഇന്ത്യയോടും ഒക്കെ പറഞ്ഞു, ബ്രിക്സ് നിങ്ങളിങ്ങനെ കൊണ്ടു നടക്കരുത്, നിങ്ങൾ പിന്മാറണം എന്നൊക്കെയുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരാമർശങ്ങൾ ട്രംപിൻ്റെ ഉണ്ട്. ഭീഷണി വന്നു. നരേന്ദ്രമോദി അതിനെക്കുറിച്ചൊന്നും ഒരു മറുപടിയും പറയാൻ പോയിട്ടില്ല. ചൈനയും ഈ കാര്യത്തിൽ ഒരു നിസ്സംഗതയാണ്. നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കും എന്നുള്ള മട്ടിലാണ് ചൈനയും പോകുന്നത്. ഇന്ത്യയേതാണ്. അപ്പോൾ ഇതിനകത്ത് റഷ്യയാണ് ഇതിനകത്തുള്ളൊരു അമേരിക്ക ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശക്തി റഷ്യയാണ്. കാരണം റഷ്യയുടെ കയ്യിലാണ് അത്രയേറെ അമേരിക്കയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന, അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുധ സന്നാഹം, പ്രത്യേകിച്ചും ആണവായുധങ്ങളുടെ സന്നാഹമുള്ളത് റഷ്യയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ ഭയമുണ്ട്. ഈ റഷ്യ, ഇന്ത്യ, ചൈന അച്ചുതണ്ട് ഉണ്ടാകരുത്. ഇപ്പോൾ ചൈനയ്ക്ക് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്, സെറ്റ് ബാക്കുകൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചൈന ഇപ്പം പത്തിയൊക്കെ താഴ്ത്തി ഞങ്ങൾ എല്ലാവരുമായിട്ട് സഹകരിക്കാം. ഈ അപ്പുറത്ത് ഒരു വശത്ത് റഷ്യയും ഇപ്പുറത്ത് ഇന്ത്യയുമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഹകരിച്ചേക്കാം എന്നൊരു മനോഭാവത്തിലേക്ക് ചൈന വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. അതവിടെ നിൽക്കട്ടെ, ചൈനയല്ല ഇവിടുത്തെ വിഷയം. അപ്പോൾ ഈ പെസഷ്കിയാനെ ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്കയ്ക്ക് തലക്കിട്ടൊരു ഉഗ്രം കൊട്ടുകൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മോദി ഇപ്പോൾ ചെയ്തിരിക്കുന്നതാണ്. വെച്ചാൽ ട്രംപിൻ്റെ തലക്കിട്ടൊരു ഉഗ്രനൊരു കൊട്ട് കൊടുത്തിരിക്കുന്നു ഈ ഇറാൻ. കാരണം നമുക്ക് ഇറാനെ ആവശ്യമുണ്ട്. ഇറാനിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇറാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാണിജ്യം അറിയാമല്ലോ, ട്രേഡ് എത്രമാത്രം വലുതാണെന്ന് നമുക്കറിയാം. നമുക്ക് അവിടുന്നാണ് എണ്ണ, നമ്മൾ പ്രകൃതിവാതകമൊക്കെ നമ്മൾ കൂടുതലും വാങ്ങുന്നത്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നുണ്ട്, ഇവിടുന്ന് വാങ്ങുന്നുണ്ട്, വെനിസ്വേലയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എവിടുന്ന് വില കുറച്ച് കിട്ടുമോ അവിടുന്ന് വാങ്ങും. ഈ ഇറാൻ മറ്റൊരു വളരെ പണ്ട് മുതലേ ഇറാൻ നമ്മളോട് പറയുന്നത്, ഞങ്ങൾ ഇന്ത്യൻ രൂപയിൽ കച്ചവടം നടത്താൻ തയ്യാറാണ്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അതിന് സമ്മതിക്കാതിരുന്നത് ത്രൂ സോണിയ അമേരിക്കയാണ്. സോണിയയാണ് അതിന് ഇടങ്കോലിടുന്നത്. എങ്ങനെ? അമേരിക്കയുടെ സമ്മർദ്ദം. ഇപ്പോൾ മൻമോഹൻ സിംഗ് നിസ്സഹായനാണ്. അദ്ദേഹത്തിന് നല്ല താല്പര്യമുണ്ട് ഇറാനുമായിട്ട് ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ രൂപയിൽ കച്ചവടം നടത്താൻ. ഈ ഡോളറിൽ നമ്മൾ കച്ചവടം നടത്തുമ്പോഴാണ് നമുക്ക് ഇത്രയും നഷ്ടം വരുന്നത്. നമ്മൾ ഇന്ത്യൻ രൂപയിൽ തന്നെ അവർ പറഞ്ഞ്, ഞങ്ങൾക്ക് നിങ്ങൾ ഇന്ത്യൻ രൂപ തന്നാൽ മതി, ഞങ്ങളത് കൈകാര്യം ചെയ്തോളാം. അതുപോലെ റഷ്യയിൽ നമ്മളിപ്പോൾ ഇന്ത്യൻ രൂപ എടുത്തിട്ടാണ് എണ്ണ വാങ്ങുന്നത്. അതെ.
ഡോളറും കൊടുക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ ഇന്ത്യൻ രൂപയിലാണ്. UAE ഇന്ത്യൻ കറൻസി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഈ പിന്നെ ഇതെല്ലാം വർക്ക് ചെയ്യും. ഗൂഗിൾ പേ അടക്കമുള്ള ഫ്രാൻസിലുണ്ട്. അപ്പോൾ ഇതെല്ലാം അമേരിക്കയെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതിലൊരു മുട്ടൻ ആണി അടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി ഈ ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ഇറാൻ പ്രസിഡന്റിനെ പെസഷ്കിയാനെ ക്ഷണിച്ചുകൊണ്ട്. അപ്പോൾ ഇറാൻ പ്രസിഡന്റിനെ ക്ഷണിച്ചു എന്നുള്ളത് അമേരിക്കയ്ക്ക് ഒരു വിഷയമാണെങ്കിൽ പെസഷ്കിയാൻ ആയതുകൊണ്ട് അമേരിക്ക പോട്ടെ, സാരമില്ല എന്നങ്ങ് വെച്ചേക്കും. അല്ല, പക്ഷേ റൂബിയോ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം എന്തായാലും ഇന്ത്യയിലേക്ക് ട്രംപ് വരുന്നില്ല, അടുത്ത വർഷം പരിഗണിക്കാം. കാരണം ട്രംപ് ഈ വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അത് ഈ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നോണ്ടാണ് ട്രംപിന് വരാൻ വൈമനസ്യം. അതെ, കാരണം ഇറാൻ പ്രസിഡന്റ് വരുന്നു. അതുമല്ല, ഇറാൻ മാത്രമല്ല, സൗത്ത് ആഫ്രിക്കയ്ക്ക് അമേരിക്ക വൻ വിലക്കുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവരുടെ ഈ താരിഫിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് വൻ വിലക്കാണ്. അപ്പൊ എവിടെയൊക്കെ മുന്നിൽ വന്നിരിക്കണം, സമാധാനം പറയേണ്ടി വരും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇന്ത്യയുടെ പുറത്ത് സമ്മർദ്ദമൊന്നും ചെലുത്താൻ കഴിയില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ കുറെ ആൾക്കാർ അങ്ങനെ നിലവിളിക്കും, അയ്യോ അമേരിക്ക അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, പിന്നെ വിട്ടു നിൽക്കുക, പിന്നെ ബോയ്ക്കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കുക. മാത്രമേ ഉള്ളൂ. പനിയെന്നോ ജലദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അടുത്ത ഈ ബ്രിക്സിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചത് കൂടാതെ തിരിച്ച് വേറൊരു പണിയും കൂടി നരേന്ദ്രമോദി വെച്ചു. അതായത് ഇവിടുന്ന് പിന്നെ ഔദ്യോഗികമായിട്ട് ഈ അയത്തുള്ള അലി ഖമേനിയുടെ ശവമടക്കമുണ്ടല്ലോ, ഖബറടക്കം, അതിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യയിൽ നിന്നൊരു ഔദ്യോഗിക സംഘത്തെ അയക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് അതാണ് ഏറ്റവും വലിയ. കാരണം അമേരിക്ക കൊണ്ടുവന്ന പാവ ഗവൺമെൻറ്റാണ് ഈ മതഭരണകൂടം. ആ മതഭരണകൂടം അമേരിക്കയുടെ കയ്യിൽ നിൽക്കാതെയായി അവസാനമായപ്പോൾ. ഇനിയിപ്പോൾ അവരെ തീർക്കാനാണ് അമേരിക്ക ഇത്രയും അവിടെ അടിച്ചത്, ഈ ഭരണകൂടത്തെ. ഇസ്രയേൽ എന്താ പറഞ്ഞത്? ഇസ്രയേൽ വളരെ ക്ലിയറാണ്. ഇറാനെ ഞങ്ങൾ മതഭരണ ഭീകരതയിൽ നിന്ന് മോചിപ്പിച്ച് അവിടുത്തെ ജനാധിപത്യ എന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിൽ കൊടുക്കും. കേൾക്കാനൊരു യുക്തിയുണ്ട് അതിനകത്ത്. ഈ അമേരിക്കയ്ക്ക് ഇതൊന്നും പറയാനുള്ള യാതൊരു റൈറ്റും ഇല്ല. കാരണം ഈ മതപൗരോഹിത്യത്തെ അവിടെ വാഴിച്ചത് അമേരിക്കയാണ് 70കളിൽ. ആ അമേരിക്കയാണ് ഇപ്പോൾ അവരെ തട്ടാൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് പാരയായപ്പം അവരെ തട്ടാൻ പോകും. അതുകൊണ്ട് ഈ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ലോകം മുഴുവനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഇരട്ടത്താപ്പിന് കൊടുക്കുന്ന ഒരു വലിയ പ്രഹരമാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഇവരെ ഇതിലേക്ക് ക്ഷണിക്കുന്നു, ബ്രിക്സിൽ പങ്കെടുക്കാൻ പെസഷ്കിയാനെ ക്ഷണിക്കുന്നു. ഒപ്പം ഇവിടുന്നൊരു ഔദ്യോഗിക സർക്കാർ പ്രതിനിധി സംഘത്തെ, എനിക്ക് തോന്നുന്നു അതിനകത്ത് കേന്ദ്രമന്ത്രിസഭയിലെ ഒരു മന്ത്രിയുണ്ട്, ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി ഉണ്ടാവും, പിന്നെ ഏതെങ്കിലും സ്റ്റേറ്റുകളുടെ മുഖ്യമന്ത്രിമാർ കാണും, കോൺഗ്രസിന്റെ പ്രതിനിധിയെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കീറാമുട്ടിയാണ്. കാരണം ഇറാനിൽ പോകാനും പറ്റില്ല, പോവാതിരിക്കാനും പറ്റില്ല. പോയാൽ പറയും ആ മോദിയുടെ കൂടെ ഇയാൾ ഒക്കെ ചങ്ങാതിയായി എന്ന് പറയും. പക്ഷേ പോയില്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം മതവിഭാഗം അതിനെതിരാവും. കാരണം അവരിപ്പോൾ ഇറാൻ ഷിയാക്കളുടേതാണ്, ഷിയ ആത്മീയ നേതാവാണ് ഖമനേയി എങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെ അടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അവർ ഇറാനിൽ കാണുന്ന ഏറ്റവും വലിയ മഹത്തായ കാര്യം. അതുകൊണ്ട് അവിടെ ഒരു വലിയ രക്തസാക്ഷിയെ, ഷഹീദിനെ കിട്ടിയിരിക്കുന്നു. ഈ പറയുന്നത് പോലെ പരമോന്നത നേതാവാണ്, ഒരു വലിയ ഷഹീദിനെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ ഇവിടുന്ന് പ്രതിനിധി സംഘത്തെ വിടുമ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് മാറി നിന്നാൽ തീർച്ചയായിട്ടും അത് മുസ്ലിം മതവിഭാഗത്തിലെ ജനവിഭാഗത്തിൻ്റെ ഇടയിൽ അതൊരു വലിയ അസംതൃപ്തിക്ക് കാരണമാകും. അതുകൊണ്ട് കോൺഗ്രസ്സിന് പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യ. പിന്നെ ചെയ്യാവുന്ന കാര്യം ശശി തരൂരിനെ പോലെ ആരെങ്കിലും വിടേണ്ടതാണ്. പക്ഷെ അതവർ വിടുമോ എന്ന് സംശയമുണ്ട്. കാരണം തരൂരിന്റെ ഗ്രാഫ് ഉയരാൻ രാഹുൽ ഗാന്ധിയോ സോണിയയോ ഒട്ടും താല്പര്യപ്പെടും. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി പോകാത്തത് സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ടാണ്. കാരണം ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം, യുദ്ധസമാനമായ അങ്ങനെ ഒരു പ്രദേശത്തേക്ക് SPG അനുവദിക്കില്ല. അത് മാത്രമല്ല പ്രധാനമന്ത്രി രാജേഷ് ജി, അതിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പെസഷ്കിയാന്റെ മരണാനന്തര ചടങ്ങിൽ അല്ലെങ്കിൽ അതുപോലത്തെ ഒരാളായിരുന്നെങ്കിൽ നരേന്ദ്രമോദി പോവാൻ കുറെ കൂടി ഉത്സാഹം കാണിച്ചു. ഈ സുരക്ഷാ പ്രശ്നം അവിടെ ഉണ്ട്. ഇതിപ്പോൾ ഈ എന്തൊക്കെ പറഞ്ഞാലും ഈ മത പൗരോഹിത്യ ഭരണകൂടം ഇറാനെ വർഷങ്ങൾ പുറകിലേക്ക് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്.
നമ്മൾ മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ സംവിധാനമോ അതിൻ്റെ ഒരു ഊഷ്മളതയോ ഒന്നും ഇറാനിൽ സത്യത്തിൽ ഈ മതപൗരോഹിത്യ ഭരണകൂടവുമായിട്ട് ചേർന്ന് പോകും. മുല്ലപ്പ് വിപ്ലവമൊക്കെ വന്നതും ഈ ഇടയ്ക്ക് ഇറാനിലെ സ്ത്രീകൾ തെരുവിൽ ഇറങ്ങിയതും അവരൊക്കെ പരസ്യമായിട്ടില്ല ജയിലടച്ച്, പരസ്യമായി പ്രോസിക്യൂട്ട് ചെയ്ത് വധിക്കുക വരെ ചെയ്തു, വധശിക്ഷ വരെ കൊടുത്തു കളഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് ഈ ഇറാൻ അതുകൊണ്ട് നരേന്ദ്രമോദിയെ പോലെ ഒരാൾ അവിടെ ഒരു ചെറിയ ഒന്ന് ബ്രേക്ക് ഇടും. എന്തായാലും ഇരിക്കട്ടെ, നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, ഇറാനിലെ മതഭരണകൂടം തകരുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അതായത് അവിടെ നമ്മൾ പൂർണ്ണമായ ജനാധിപത്യത്തിലേക്ക് വന്നില്ലെങ്കിൽ കൂടി അവിടെ ഒരു ജനകീയ ഭരണം ഇറാനിൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അതാണ് ഇല്ലെങ്കിൽ എന്തിനും ബ്രിക്സിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് അത്തരമൊരു യാഥാർത്ഥ്യം ലോക ജനതയെ അറിയിക്കാനാണ്. അതായത് ഇറാനിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. ഇറാൻ ഈ പറയുന്നത് പോലെ ഇപ്പം അതിനകത്ത് ഈ അമേരിക്കയുടെയും ഇസ്രായേൽ കയറി അടിച്ചെങ്കിൽ ഇസ്രായേലിനേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്കാണ് അതിനകത്ത് ഇടപെടൽ കൂടുതൽ. കാരണം ഈ ധാരണാപത്രമൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു മതഭരണകൂടത്തെ മാറ്റി പകരം ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അത് ഒരു വാസ്തവത്തിൽ അത് അമേരിക്ക ചെയ്യുന്നതിനകത്ത് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. പക്ഷേ ഇവരുടെ അത്യാഗ്രഹവും അത്യാർത്തിയും അമേരിക്കയുടെ ഈ കച്ചവട തന്ത്രങ്ങളാണ്. യുറേനിയം അത് 420 കിലോ ഉണ്ട്. അതെങ്ങനെയെങ്കിലും ഇറാനിൽ നിന്ന് പിടിച്ചെടുക്കണം. പരമമായ ലക്ഷ്യം അതാണ്. അല്ല, പക്ഷെ അത് ഞാൻ പറയുന്നത് അത് നല്ല കാര്യം തന്നെ. കാരണം ഇറാനെ പോലെ ഈ മതപൗരോഹിത്യ ഭരണം നിർവഹിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് അങ്ങനെ യുറേനിയവും ആണവ ഇന്ധനം കയ്യിലിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതിനകത്ത് ഭയപ്പെടേണ്ട ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ ഇറാഖ് ദേശീയതയിലേക്ക് വന്നു, ഇതാ ഇന്ത്യ വലത് കൈ പിടിച്ച് ഇറാനെ ദേശീയതയിലേക്ക് കൊണ്ടുവരുന്നു. ഒപ്പം ഈ നമ്മൾ പറഞ്ഞ ചൈന, റഷ്യ അങ്ങനെയുള്ള ബ്രിക്സ് അടക്കമുള്ള രാജ്യങ്ങളുടെ ഒരു നല്ല കൂട്ടായ്മ വരുന്നു. തീർച്ചയായിട്ടും അതൊരു ലോകക്രമം മാറുന്നതിൻ്റെ സൂചനയാണ്. ഇറാനിലെ മതഭരണകൂടത്തിന് വലിയ രീതിയിൽ അത് ദുർബലമാകുന്നു, പകരം അവിടെ ജനാധിപത്യം ശക്തി പ്രാപിക്കുന്നു എന്നാണ് മോദിയുടെ ഇടപെടൽ നമുക്ക് പറഞ്ഞു തരുന്നത്.